കഥകൾ കേട്ടാണ് കുഞ്ഞു ഓറിയോൾ വളർന്നത്. മുത്തശ്ശി പറഞ്ഞു കൊടുത്തിരുന്ന അപസർപ്പക കഥകൾ കേട്ട് നല്ലൊരു വായനക്കാരിയായിരുന്ന ഓറിയോളിന്റെ മുത്തശ്ശി സസ്പെൻസ് സിനിമകളുടെയും ആരാധികയായിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും രാത്രി അവർ കൊച്ചുമകനെയും കൂട്ടി ബാഴ്സലോണയിലെ സബാഡൽ ഫിലിം ലൈബ്രറിയിലേക്ക് പോകും, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ പടങ്ങൾ കാണാൻ. ഇങ്ങനെ മിസ്റ്ററി കഥകൾ കേട്ടും ഹിച്ച്കോക്കിന്റെ സിനിമകൾ കണ്ടും ആ ജോണർ അവന്റെ DNA ഭാഗമായി. പിന്നീട് ഒരു സിനിമാക്കാരനായപ്പോൾ എന്ത് തരം പടമാണ് താൻ എടുക്കേണ്ടത് എന്ന സംശയം അവനില്ലായിരുന്നു. കൺകെട്ടുകൾ, കാണിയുടെ കണ്ണുകളെ വഞ്ചിക്കുന്ന, സത്യത്തെ അവരുടെ മുന്നിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം പ്രദർശിപ്പിക്കുന്ന മായാജാലം. ഓറിയോൾ പൗലോ എന്ന മിസ്റ്ററി ത്രില്ലർ ഫിലിം മേക്കറിന്റെ പിറവി അങ്ങനെയാണ്. ജൂലൈ 30 സ്പെയിനിലെ ബാഴ്സലോണയിലാണ് ഓറിയോൾ പൗലോ ജനിച്ചത്. ഫാക്ടറി തൊഴിലാളിയായിരുന്ന മുത്തശ്ശിയായിരുന്നു കൂട്ട്. ആ കുട്ടിയെ സിനിമയിലേക്ക് കൈപിടിച്ച് നടത്തിച്ചത് അവരാണെന്ന് പറയാം. കഠിനമായിരുന്നു ആ സ്ത്രീയുടെ അവസാന കാലം. അൽഷിമേഴ്സ് ബാധിച്ച് ഓർമ്മയുടെ അടുക്കുകൾ തെറ്റിപ്പോയ മുത്തശ്ശി അവന് തീരാത്ത വേദനയാണ് സമ്മാനിച്ചത്. ബാഴ്സലോണയിലെ പോംപെയു ഫാബ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ ശേഷം ലോസ് ആഞ്ചൽസ് ഫിലിം സ്കൂളിൽ ചേർന്ന സിനിമയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴും അവൻ മുത്തശ്ശിയെ ഓർത്തു. അവർ പറഞ്ഞു തന്നിരുന്ന കഥകളും. മുത്തശ്ശി തന്നോടൊപ്പം ഉണ്ടെന്ന തോന്നലിൽ അവൻ മിണ്ടി പറഞ്ഞു. അവർ പാകിയ കഥകളുടെ വിത്തുകൾ ആ യുവാവിൽ മുളപൊട്ടി. ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓറിയോൾ ചെറു നോവലുകൾ എഴുതാനും കൂട്ടുകാരുമൊത്ത് ഹ്രസ്വചിത്രങ്ങൾ എടുക്കാനും തുടങ്ങിയിരുന്നു. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള അതിർവരമ്പിൽ എവിടെയാണ് നുണ പതുങ്ങിയിരിക്കുന്നത്? അതായിരുന്നു ആദ്യകാലം മുതൽ ഓറിയോളിന്റെ പ്രമേയ പരിസരം. 2000-ന്റെ തുടക്കത്തിൽ ടെലിവിഷൻ പരമ്പരകളിലൂടെ ഓറിയോൾ തന്റെ കരിയറിന് തുടക്കം കുറിച്ചു. കാറ്റലോണിയയിലെ TV3 ആയിരുന്നു തട്ടകം. സ്പെയിനിൽ അക്കാലത്ത് ഹിറ്റായി മാറിയ പല ജനപ്രിയ പരമ്പരകളുടെയും തിരക്കഥാ രചനയിൽ ഓറിയോൾ പങ്കാളിയായി. കുറഞ്ഞ ബജറ്റിൽ ആകർഷകമായ കഥകൾ പറയാൻ ആ സിനിമാക്കാരൻ പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. 2010 ഗിലർമോ ഡെൽ ടോറോ നിർമ്മിച്ച് ഗിലം മൊറാലസ് സംവിധാനം ചെയ്ത ജൂലിയ സൈസ് എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയാണ് ഓറിയോളിന്റെ സിനിമയിലേക്കുള്ള ചുവടുമാറ്റം. അന്ധയായ തന്റെ ഇരട്ട സഹോദരിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. അതാണ് ജൂലിയ സൈസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇരട്ട സഹോദരിയുടെ കാഴ്ചയും പതിയെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒരു സസ്പെൻസ് ത്രില്ലറിന് വേണ്ട എല്ലാ ചേരുവകളുമുള്ള വൺ ലൈൻ. ഓറിയോൾ അത് എഴുത്തിലൂടെ പൊലിപ്പിച്ചു. തിരക്കഥാകൃത്തിനെ ആളുകൾ തിരഞ്ഞു. 2012 ഓറിയോൾ പൗലോ നയം വ്യക്തമാക്കി. തന്റെ സിനിമ എങ്ങനെയാകുമെന്ന് കാട്ടിത്തന്നു. അക്കൊല്ലമാണ് ബോഡി റിലീസാകുന്നത്. മോർച്ചറിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കാണാതാകുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് ഇതിവൃത്തം. സംവിധായകനായുള്ള അരങ്ങേറ്റം ഗംഭീരമായി. സിഡ്ജസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത ചിത്രം സ്പെയിനിലെ പ്രശസ്തമായ ഗോയ അവാർഡ്സിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിന് ഓറിയോളിന് നോമിനേഷൻ നേടിക്കൊടുത്തു. സ്പെയിനിൽ നിന്ന് $8.3 മില്യൺ കളക്ഷൻ നേടിയ ചിത്രത്തിന് ബോളിവുഡിലും ഇറ്റാലിയൻ ഭാഷകളിലും റീമേക്കുകൾ ഉണ്ടായി. മിസ്റ്ററി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഓറിയോളിന്റെ അടുത്ത ചിത്രത്തിനായി കാത്തിരുന്നു. പ്ലോട്ട് ട്വിസ്റ്റുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഓറിയോ പൗലോയാണ് പിന്നീട് ലോകം കണ്ടത്. ഇത്തവണ ഓറിയോൾ എത്തിയത് ദ ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന ലോ ക്രൂം മിസ്റ്ററിയുമായാണ്. അടച്ചിട്ട ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. മൃതദേഹത്തിന് സമീപം ഉണ്ടായിരുന്ന അവളുടെ രഹസ്യ കാമുകൻ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലാകുന്നതും നിരപരാധിത്വം തെളിയിക്കാൻ ഇയാൾ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം. പക്ഷേ കഥ പല കുറി മാറിമറയുന്നു. കണ്ടതും കേട്ടതും എല്ലാം പൊയ്യെന്ന് ഓരോ 15 മിനിറ്റിലും ഓറിയോൾ പറഞ്ഞുകൊണ്ടിരുന്നു. ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അവസാനം 20 മിനിറ്റിൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് സത്യം മുഖം മൂടി മാറ്റുന്നു. അതോ നുണയോ? ഇത്തവണ സ്പാനിഷ് ബോക്സ് ഓഫീസിൽ മാത്രമല്ല, അങ്ങ് ചൈനയിലും സിനിമ ക്ലിക്കായി. $26 മില്യൺ ദ ഇൻവിസിബിൾ ഗസ്റ്റിന്റെ ചൈനീസ് കളക്ഷൻ. ഒരു യൂറോപ്യൻ ത്രില്ലർ ചിത്രത്തിന് ചൈനീസ് വിപണിയിൽ ലഭിക്കുന്ന അപൂർവമായ നേട്ടം. ഈ ചിത്രം പിന്നീട് പല ഭാഷകളിലും ഒഫീഷ്യലായും അൺഒഫീഷ്യലായും റീമേക്ക് ചെയ്യപ്പെട്ടു, തെലുങ്കിലും ഹിന്ദിയിലും ഉൾപ്പെടെ. എന്നാൽ ഇവയൊന്നും ഒറിജിനലോളം വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 സിനിമകൾ കൊണ്ട് തന്നെ ഫിലിം മേക്കിങ്ങിൽ തന്റേതായ ഒരു ശൈലി ആ സംവിധായകന് സൃഷ്ടിക്കാൻ സാധിച്ചു. എത്ര നന്നായി കള്ളയൊപ്പിടുന്ന ആൾക്കും പകർത്താൻ സാധിക്കാത്ത സിഗ്നേച്ചർ സ്റ്റൈൽ. മിറാഷ് ആയിരുന്നു ഓറിയോൾ പൗലോയുടെ അടുത്ത ചിത്രം. ടൈം ട്രാവലിനെ സസ്പെൻസുമായി കൂട്ടിക്കെട്ടുന്ന സിനിമ. 1989-ലും 2014-ലുമായി നടക്കുന്ന കഥയുടെ ഇഴ വിരിച്ചെടുക്കാൻ സ്വല്പം പ്രയാസമാണ്. 25 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റും പഴയ ഒരു ടെലിവിഷൻ സെറ്റുമാണ് ടൈം ട്രാവൽ ടൂളായി ഓറിയോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ യുക്തിക്ക് ഉപരിയായി കഥാപാത്രങ്ങളിൽ ഉറച്ചു നിന്നാണ് കഥ പറച്ചിൽ.
ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെയും അഗത ക്രിസ്റ്റിയുടെയും ആരാധകൻ ഈ ടൈം ട്രാവൽ ചിത്രത്തിലും ഒരു മർഡർ മിസ്റ്ററി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഒപ്പേറ പോലെ ഉയർന്നും താഴ്ന്നും പോകുന്ന കഥ പതിവ് പോലെ രണ്ടാം പകുതിയുടെ അവസാനം കാണിയുടെ വായ മലർക്ക് തുറപ്പിക്കുന്നു. ഇതെന്തെന്ന് അവരെ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ഗ്ലോബൽ സെൻസേഷനായി മാറിയ സമയത്താണ് ഓറിയോൾ ഒരു ഇടവേള എടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ആ തീരുമാനം അയാൾക്ക് മാറ്റേണ്ടി വന്നു. ആസ്റ്റർ മീഡിയയും വാർണറും അയാൾക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചു. ആൻ ഓഫർ ഹി കുഡിന്റ് റെസിസ്റ്റ്. അയാളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർന്ന ഒരു നോവൽ, ഗോഡ്സ് ക്രൂക്കഡ് ലൈൻസ്. ടോക്യുവാട്ടോ ലൂക്ക ഡി തേന 1979 എഴുതിയ വിഖ്യാതമായ സ്പാനിഷ് സൈക്കോളജിക്കൽ ത്രില്ലർ നോവൽ. വായനക്കാരെ മുൾമുനയിൽ നിർത്തിയ ഈ നോവലിന്റെ ചരിത്ര ഭാഷ്യം ഒരുക്കാനുള്ള അവസരം തള്ളിക്കളയാൻ ഓറിയോളിന് സാധിച്ചില്ല. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരെ പ്രകൃതിയുടെ വളഞ്ഞ വരകളായിട്ടാണ് ഈ നോവലിൽ വിശേഷിപ്പിക്കുന്നത്. സൈക്കാട്രിസ്റ്റുകളെ ആ വരകളെ നേരെയാക്കാൻ ശ്രമിക്കുന്നവരായും. എന്നാൽ ഒരു മെന്റൽ അസൈലത്തിൽ ഒരു കൊലപാതകം നടന്നാലോ? ആരാകും പ്രതി? പ്രതലത്തിൽ ഇതാണ് ഈ സിനിമയുടെ ചോദ്യം. എന്നാൽ ഉള്ളിൽ അത് മറ്റൊന്നാണ്. അത് ക്ലൈമാക്സിൽ മാത്രമാണ് വെളിപ്പെടുന്നത്. രണ്ട് ടൈം ലൈനുകളിലാണ് സിനിമയിൽ കഥ നടക്കുന്നത്. ആലിസ് ഗൗഡ് എന്ന അതിബുദ്ധിമതിയായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒരു അസൈലത്തിലേക്ക് വരുന്നു. അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഡാമിയൻ എന്ന രോഗിയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി മാനസിക രോഗിയായി അഭിനയിച്ചാണ് വരവ്. ഇതാണ് ഒരു ടൈം ലൈൻ. ഡാമിയൻ മരിക്കുന്ന കനത്ത മഴയുള്ള രാത്രിയാണ് മറ്റൊരു ടൈം ലൈൻ. ഇവ ഇങ്ങനെ നോൺ ലീനിയറായി സിനിമയിൽ കടന്നു വരുന്നു, നമ്മളെ സംശയാലുക്കളാക്കുന്നു. സിനിമയിൽ ഉടനീളം നായികയ്ക്ക് ഭ്രാന്താണോ അതോ അവർ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് പ്രേക്ഷകർ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് ആഖ്യാനത്തിലെ ട്രിക്ക് കിടക്കുന്നത്. ഒരു കെട്ട് അത് അഴിയുന്നത് സിനിമയുടെ അവസാന ഷോട്ടിലാണ്. അതും പലവട്ടം നമ്മളെ കബളിപ്പിച്ച ശേഷം. ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സ്കോസേസിയുടെ ഷട്ടർ ഐലൻഡുമായി സാമ്യം തോന്നിയേക്കാം. എന്നാൽ പതിയെ അത് മാറും. കഥാപരിസരത്തിന് അപ്പുറത്തേക്ക് ഈ സാമ്യതയ്ക്ക് സാധ്യതയില്ലെന്ന് കാണികൾക്ക് ബോധ്യപ്പെടും. നേരത്തെ പറഞ്ഞ സിഗ്നേച്ചർ സ്റ്റൈലിന്റെ പ്രസക്തി അവിടെയാണ്. ഈ 4 ഫീച്ചർ സിനിമകൾക്ക് പുറമെ നൈറ്റ് ആൻഡ് ഡേ എന്ന TV സീരീസും നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ദ ഇന്നസെന്റ് എന്ന പരമ്പരയും ദ ലാസ്റ്റ് നൈറ്റ് അറ്റ് ട്രമോ ബീച്ച് എന്ന 8 എപ്പിസോഡുകളുള്ള മിനി സീരീസും ഓറിയോൾ പൗലോ ഒരുക്കിയിട്ടുണ്ട്. എൻ നോംബ്രെ ഡി ഓട്രോ എന്ന പുതിയ നെറ്റ്ഫ്ലിക്സ് പ്രൊജക്ടിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. ഒരു ഫാസ്റ്റ് പേസ് ത്രില്ലർ ആണ് ഇതെന്നാണ് സൂചന. ചിലപ്പോൾ അത് അയാളുടെ മാസ്റ്റർ പീസ് ആയേക്കാം. പശ്ചാത്താപം, വഞ്ചന, ഓർമ്മകൾ, ധാർമ്മികമായ അവ്യക്തതകൾ എന്നിവയാണ് ഓറിയോൾ പൗലോയുടെ സിനിമകളിലെ പ്രധാന പ്രമേയങ്ങൾ. പ്രേക്ഷകരെ വെറും കാഴ്ചക്കാരായി കാണാതെ കഥയിലെ കുരുക്കഴിക്കാൻ സംവിധായകൻ അവരെയും പങ്കാളികളാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ഈ പ്രതീതി വിജയിക്കുന്നിടത്താണ് പ്ലോട്ട് ട്വിസ്റ്റുകളുടെ വിജയം. സിനിമയിലെ നറേറ്റർ നമ്മളോട് നിരന്തരം നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഘട്ടം എത്തുമ്പോൾ ഏതാണ് സത്യം ഏതാണ് നുണ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയാകും. ബോഡി, ഇൻവിസിബിൾ ഗസ്റ്റ് പോലുള്ള ചിത്രങ്ങളിലെ ക്ലോസ്ട്രോഫോബിക്കായ അന്തരീക്ഷം ഈ കഥ പറച്ചിലിനെ സഹായിച്ചിട്ടുണ്ട്. നോൺ ലീനിയർ ആഖ്യാനം കൂടിയാകുമ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള സാവകാശം ലഭിക്കുന്നുമില്ല. ഗോഡ്സ് ക്രൂക്കഡ് ലൈൻ എന്ന ചിത്രത്തിൽ ഈ ശൈലി അതിന്റെ പരകോടിയിൽ എത്തുന്നതായി കാണാം. അതായത് ഒരു മജീഷ്യന്റെ പെർഫോമൻസ് കാണാനായി നിങ്ങൾ പോകുന്നു എന്ന് വിചാരിക്കുക. അടച്ചിട്ട ഒരു മുറി, തിങ്ങി നിറഞ്ഞ സദസ്സ്. മാന്ത്രികൻ സ്റ്റേജിലേക്ക് വരുന്നു. ഒരു പ്രാവിനെ തന്റെ തൂവാല കൊണ്ട് മൂടുന്നു. അടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾക്കറിയാം. അയാളുടെ കൈകളിലേക്കാകും ശ്രദ്ധ അത്രയും. ഏതോ ഒരു നിമിഷം നിങ്ങളുടെ നോട്ടം ഒന്ന് പാടും. തൂവാല മാറ്റുമ്പോൾ പ്രാവില്ല. നിങ്ങൾ ഞെട്ടും. ഇയാൾ ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് ചിന്തിക്കും. മാജിക് അവസാനിച്ചിട്ടില്ല. പ്രാവ് പ്രത്യക്ഷപ്പെടണം. തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ ചുമലിൽ നിന്ന് ഒരു കുറുകൽ കേട്ടാലോ? അതാണ് ഓറിയോൾ പൗലോയുടെ മാജിക്, അല്ല സിനിമ.